പത്തനംതിട്ട നഗരസഭ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ കാട് കയറി നശിക്കുന്നു. സ്വന്തമായി കെട്ടിടമുണ്ടായിട്ടും പത്തനംതിട്ട നഗരത്തോട് ചേർന്ന് 10,000 രൂപ മാസവാടക നൽകിയാണ് ഇപ്പോൾ ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. പത്തനംതിട്ട നഗരസഭാ പരിധിയിൽ 18 വയസ്സിന് മുകളിലുള്ള ഭിന്നശേഷിക്കാരായ 50ഓളം ആളുകളാണുള്ളത്. ഇവർക്ക് വേണ്ടിയായിരുന്നു 2014 വഞ്ചിപ്പൊയ്കയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിച്ചത്. പത്തനംതിട്ട നഗരസഭയുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 28 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിന് മാത്രമായി ചെലവഴിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹായവും ലഭിച്ചിരുന്നു. സ്ഥലവാസിയായ വഞ്ചിപ്പൊയ്ക തേപ്പാറ പുത്തൻവീട്ടിൽ TG ചാക്കോയാണ് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി നഗരസഭയ്ക്ക് സ്ഥലം സൗജന്യമായി നൽകിയത്. 2019 ഏറെ കൊട്ടിഘോഷിച്ച് നടന്ന ഉദ്ഘാടനത്തിന് ശേഷം 6 മാസത്തോളം ബഡ്സ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നു. ഒരു അധ്യാപികയും സഹായിയും ഇവിടെയുണ്ടായിരുന്നു. പിന്നീട് വിവിധ കാരണങ്ങൾ പറഞ്ഞ് സ്കൂൾ അടച്ചുപൂട്ടി. നിലവിൽ നഗരത്തോട് ചേർന്നുള്ള കെട്ടിടത്തിൽ പ്രതിമാസം 10,000 രൂപ വാടക നൽകിയാണ് ബഡ്സ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള സ്വന്തം കെട്ടിടമുള്ളപ്പോൾ ബഡ്സ് സ്കൂളിന്റെ പ്രവർത്തനം വാടക കെട്ടിടത്തിലാക്കിയതിന്റെ വിരോധാഭാസമാണ് നഗരസഭ കൗൺസിൽ പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് ബഡ്സ് സ്കൂളിന് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഇവിടെ പകൽ ചെലവഴിക്കുവാനുള്ള എല്ലാ സാഹചര്യമുള്ള ഈ സ്കൂളിന് വഴി സൗകര്യമാണെങ്കിൽ 4 സൈഡിൽ കൂടെയും വാഹനം ഇവിടെ എത്താനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം മുകളിലേക്ക് എടുക്കാതെ ഭരണസമിതി പാടെ അവഗണിച്ചുകൊണ്ട് നഗരസഭയുടെ ഈ പദ്ധതിയെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, കാട് കയറുന്ന രീതിയിലേക്ക് ഈ പദ്ധതിയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അലംഭാവം അവസാനിപ്പിച്ചുകൊണ്ട് നഗരസഭ ഭരണസമിതി ഈ ബഡ്സ് സ്കൂള് എത്രയും പെട്ടെന്ന് തുറന്നു കൊടുക്കുവാനും സർക്കാർ ഫണ്ടും നഗരസഭാ ഫണ്ടും വിനിയോഗിച്ച് നിർമ്മിച്ച ഈ കെട്ടിടം അനാഥമായി പോയിരിക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. ഓഫീസ്, ക്ലാസ് മുറി, തെറാപ്പി മുറി, സ്റ്റോർ, അടുക്കള ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ കെട്ടിടത്തിലുണ്ട്. കെട്ടിടത്തിൽ ചൂട് കൂടുതലാണെന്നതാണ് ഇവിടെ നിന്നും പ്രവർത്തനം മാറ്റുന്നതിനുള്ള കാരണങ്ങളിലൊന്നായി പറയുന്നത്. AC-യോ റൂഫിങ്ങോ സ്ഥാപിച്ച് പരിഹാരം കാണാതെ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം നാശോന്മുഖമാക്കി മാറ്റുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, പത്തനംതിട്ട.